കൊണ്ടോട്ടിയിൽ യുവതിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷെമീനയുടെയും മകളും മൊറയൂർ പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൽ വാഹിദിന്റെ ഭാര്യയുമായ 19 വയസ്സുകാരി ഷഹാന മുംതാസാണ് മരിച്ചത്. നിറം കുറവാണെന്ന് പറഞ്ഞ് ഭർത്താവ് ഫോണിലൂടെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകി. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ 9:30 വരെ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷഹാന പിന്നീട് മുറിയിൽ കയറി വാതിലടക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞും വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് മാതാവ് അയൽക്കാരെ വിളിക്കുകയും വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോൾ സീലിംഗിൽ തൂങ്ങിയ നിലയിൽ കാണുകയുമായിരുന്നു. തുടർന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഷഹാനയുടെ നിക്കാഹ് കഴിഞ്ഞ മെയ് 27-ന് മൊറയൂർ പൂന്തലപ്പറമ്പ് സ്വദേശി അബ്ദുൽ വാഹിദുമായി കഴിഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പിന്നീട് 1 മാസത്തിനു ശേഷം ഇയാൾ ഗൾഫിലേക്ക് തിരിച്ചുപോയി. വിദേശത്ത് പോയ ശേഷം നിറം കുറവാണെന്ന പേരിൽ ഫോണിൽ നിരന്തരം മാനസികമായി പീഡനമുണ്ടായതായി മരിച്ച ഷഹാന മുംതാസിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതിപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അന്വേഷണം പൂർത്തിയായാലേ വ്യക്തത വരികയുള്ളൂവെന്നും കൊണ്ടോട്ടി ഡിവൈഎസ്പി സേതു പറഞ്ഞു. ഖബറടക്കം കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിൽ നടന്നു. സഹോദരങ്ങൾ ഷബീബ്, അൻഷിദ് എന്നിവരാണ്. നിറത്തിന്റെ പേരിലും ഇംഗ്ലീഷ് ഭാഷ വശമില്ലെന്ന പേരിലും പെൺകുട്ടിയെ ഭർത്താവും ഇയാളുടെ കുടുംബവും മാനസികമായി പീഡിപ്പിച്ചിരുന്നെന്നും വിവാഹബന്ധം വേർപ്പെടുത്താൻ വരെ നിർബന്ധിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. നിറത്തിന്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ പെൺകുട്ടിയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബന്ധുക്കൾ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്നതിൽ കഴമ്പുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.